സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. യാത്രക്കാരെല്ലാം സുരക്ഷിതർ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. പറയും നിതിൻ. ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് അടിയന്തരമായി ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. 160 യാത്രക്കാരുമായി ജിദ്ദയിൽ നിന്ന് വരികയായിരുന്നു വിമാനം. സാങ്കേതിക തകരാർ നേരിട്ടതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത്. നിലവിൽ ഇപ്പോൾ വിമാനത്താവളത്തിൽ വിശദമായി തന്നെ പരിശോധന നടത്തിവരികയാണ്. നിലവിൽ ഇപ്പോൾ വിമാനത്താവള അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം ഇപ്രകാരമാണ്. അതായത് വലത് മെയിൻ ലാൻഡിംഗ് ഗിയറിനും ടയറിനും തകരാർ സംഭവിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ലാൻഡിംഗിന് ശേഷമുള്ള പരിശോധനയിൽ വലതുവശത്തെ 2 ടയറുകൾക്ക് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അധികൃതർ വിശദീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഒരു വലിയ അപകടം തന്നെ ഒഴിവായി എന്ന് തന്നെ പറയാം. കൃത്യമായി തന്നെ അത് ലാൻഡ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ഒരു അടിയന്തര ലാൻഡിംഗിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എയർപോർട്ടിൽ ഒരുക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ വിമാനത്തിന്റെ വിശദമായ പരിശോധന നടത്തിവരികയാണ്. വിമാനത്തിൽ നിന്നും ആളുകളെ ഇറക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും യാതൊരു അപകടവും ഇല്ലാതെ തന്നെ യാത്രക്കാരെയും വിമാനത്തിലെ അംഗങ്ങളെയും ക്രൂ മെമ്പേഴ്സിനൊക്കെ തന്നെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിശദമായ പരിശോധന അവിടെ നടത്തിവരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.